ചാണകമിനി വെറും ചാണകമല്ല, രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തേകുന്ന ഇന്ധന സ്രോതസ്സാണ് അത്. ജൈവ മാലിന്യമായി കണ്ടിരുന്നതിനെ സമ്പത്താക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. പശ്ചിമേഷ്യയിലെ യുദ്ധം നമുക്ക് മുന്നിൽ ഉയർത്തിയ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ഇന്ധന പ്രതിസന്ധി. നമ്മുടെ ആവശ്യങ്ങളുടെ പകുതിയിലധികം ഇന്ധനവും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ അതിന് ബദൽ കണ്ടെത്തുക എന്നത് രാജ്യത്തിന്റെ പ്രധാന ആവശ്യമായി മാറിയിരിക്കുകയാണ്. LNG ഇറക്കുമതി കുറയ്ക്കാനുള്ള പദ്ധതിക്കാണ് രാജ്യം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ചാണകവും ജൈവമാലിന്യവും ബയോഗ്യാസ് ആക്കി മാറ്റുന്ന ഗോവർദ്ധൻ പദ്ധതിക്കായി 23,731 കോടി രൂപ നീക്കിവെക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. കംപ്രസ്ഡ് ബയോഗ്യാസിനെ അടുത്ത 10 വർഷത്തിനകം രാജ്യത്തെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തിടെ ഹോർമുസ് കടലിടുക്കിലുണ്ടായ തടസ്സങ്ങൾ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിലെ ദുർബലതയെ വീണ്ടും ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യത്തിന്റെ ഏകദേശം 50% ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. അതിൽ 55 മുതൽ 60% LNG ഇറക്കുമതിയും ഈ കടലിടുക്കിലൂടെയാണ് എത്തുന്നത്. ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥ ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് അതിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. 23,731 കോടി രൂപ. ഗോവർദ്ധൻ പദ്ധതിയായാണ് ഇത് നടപ്പാക്കുന്നത്. ഈ പദ്ധതി നാഷണൽ സർക്കുലർ ബയോ എനർജി സ്കീം എന്ന പേരിൽ 2027-2036 സാമ്പത്തിക വർഷങ്ങളിലായാണ് നടപ്പിലാക്കുക. ദീർഘകാല ആവശ്യകത ഉറപ്പാക്കൽ, സ്ഥിര വില നിർണ്ണയം, മൂലധന സഹായം, പൈപ്പ് ലൈൻ ബന്ധം, വായ്പാ ലഭ്യത എന്നിവയിലൂടെ രാജ്യത്തെ CBG ഉൽപ്പാദനം ഏകദേശം 10 ഇരട്ടിയാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി വഴി അടുത്ത 10 വർഷത്തിനുള്ളിൽ LNG ഇറക്കുമതി കുറച്ച് 40,000 കോടിയിലധികം വിദേശ നാണയ ലാഭം ഉണ്ടാക്കാമെന്നും 75,000 കോടി മൂല്യമുള്ള ആഭ്യന്തര ബയോഗ്യാസ് വ്യവസായം വളർത്താമെന്നും സർക്കാർ കണക്കാക്കുന്നുണ്ട്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രധാന ബദലായി മാറുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച കേന്ദ്ര വിവര പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കാർഷിക അവശിഷ്ടങ്ങൾ, കന്നുകാലികളുടെ ചാണകം, പഞ്ചസാര വ്യവസായത്തിലെ പ്രസ്മഡ്, നഗരങ്ങളിലെ ജൈവമാലിന്യങ്ങൾ, മറ്റ് ബയോമാസ് എന്നിവ ഉപയോഗിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലൂടെ ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിന് പകരം ശുദ്ധമായ ആഭ്യന്തര ഇന്ധനം ലഭ്യമാക്കാനാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാതലത്തിൽ ജൈവ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണം, പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, പദ്ധതികളുടെ വികസനം എന്നിവയ്ക്ക് പ്രത്യേക ഫണ്ടും അനുവദിക്കും. ഈ പദ്ധതി ഇന്ധന ഉൽപ്പാദനത്തിന് പുറമെ കാർഷിക മാലിന്യങ്ങളുടെ ഫലപ്രദമായ സംസ്കരണം, ജൈവവളത്തിന്റെ ഉൽപ്പാദനം, കർഷകർക്കും ഗ്രാമീണ സംരംഭകർക്കും അധിക വരുമാനം, ഗ്രാമീണ തൊഴിലവസരങ്ങൾ എന്നിവയ്ക്കും സഹായകമാകും എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. സർക്കാരിന്റെ സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് ടുവേർഡ്സ് അഫോർഡബിൾ ട്രാൻസ്പോർട്ടേഷൻ പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ സംരംഭവും വരുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇതിനകം രാജ്യത്ത് 200-ലധികം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പദ്ധതി മൂലമുള്ള നേട്ടങ്ങൾ നോക്കിയാൽ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ 40,000 കോടിയുടെ വിദേശ നാണ്യം ലാഭിക്കാൻ സാധിക്കുമെന്നത്, ഫോസിൽ ഇന്ധന ഉപയോഗം കുറയുന്നതോടെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതും കുറയും, അങ്ങനെ പരിസ്ഥിതി മലിനീകരണം കുറയും, 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, മാലിന്യം ഇന്ധനമാക്കി മാറ്റുന്നതോടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ കഴിയും, ശുചിത്വം ഉറപ്പാക്കാൻ സാധിക്കും, ജൈവവള ലഭ്യത വർദ്ധിക്കും എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം കൊണ്ട് CBG ഉൽപ്പാദനം 10 ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. സ്വകാര്യ മേഖലയ്ക്കും പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. ചെറുകിട സംരംഭകർക്ക് മുതൽ മുടക്കിന്റെ 85% വരെ വായ്പയും ലഭ്യമാക്കും. സിറ്റി ഗ്യാസ് പൈപ്പ് ലൈനുകളുമായി ബന്ധിപ്പിച്ചായിരിക്കും ഇന്ധന വിതരണം നടത്തുക. ഇതിനായി പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിൽ CBG ചേർക്കാനും ധാരണയായിട്ടുണ്ട്. പ്രതിദിനം 1 ടൺ ഉൽപ്പാദന ശേഷിക്ക് 2 കോടി രൂപ വരെ മൂലധന സഹായവും ലഭിക്കും. വിലസ്ഥിരതയും പദ്ധതിയുടെ പ്രത്യേകതയാണ്. 2018 സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഗോവർദ്ധൻ പദ്ധതി ആരംഭിച്ചത്. കുടുംബങ്ങൾക്കായി ചെറിയ ബയോഗ്യാസ് പ്ലാന്റുകൾ, തദ്ദേശ സ്ഥാപനങ്ങളും സ്വയം സഹായ സംഘങ്ങളും ചേർന്ന് നടത്തുന്ന കമ്മ്യൂണിറ്റി പ്ലാന്റുകൾ, ജൈവമാലിന്യ സംസ്കരണത്തിനായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള
CBG പ്ലാന്റുകൾ എന്നിവയ്ക്കാണ് സഹായം ലഭ്യമാക്കുക. രാജ്യത്ത് ഇതിനകം 217 CBG പ്ലാന്റുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ BPCL സ്ഥാപിച്ച ഒരു പ്ലാന്റാണ് കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കാലത്ത് മാലിന്യമായി കണക്കാക്കിയിരുന്ന ചാണകവും ജൈവ മാലിന്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയെ രൂപപ്പെടുത്തുന്ന വിഭവങ്ങളായി തന്നെ മാറുകയാണ്. വിദേശ ഇന്ധന ആശ്രയം കുറച്ചുകൊണ്ട് മാലിന്യത്തെ സമ്പത്താക്കി മാറ്റുകയും കർഷകർക്ക് അധിക വരുമാനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് ഇത്. ഊർജ്ജ സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള രാജ്യത്തിന്റെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇത് മാറുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.